ഇതുപോലുള്ളതായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട തോമസ് സാറിന് ഒരു ദൈവ മനുഷ്യൻ എന്നുള്ളത് മാത്രമേ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. അത്രമാത്രം ദൈവത്തിന്റെ കയ്യൊപ്പ് വാങ്ങിയ മനുഷ്യൻ, ദൈവത്തിന്റെ പാതയിൽ നടക്കേണ്ടത് എന്തെന്ന് സ്വയം കാണിക്കുകയും മറ്റുള്ളവർക്ക് അതിനുള്ള പ്രചോദനം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും ക്രിസ്തീയ സഭയിലോ അല്ലാതെയോ മതങ്ങളിലോ ഒക്കെ ഇതുപോലുള്ള അനേക പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട തോമസ് സാറിന്റെ പ്രവർത്തനം പ്രചോദനമായി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കാം. ഇതാണ് നമുക്ക് ഈ ലോകത്തിൽ ചെയ്യുവാനുള്ളത്. നമുക്ക് വലിയ വലിയ സ്ഥാനങ്ങളും ബഹുമതികളും ഒക്കെ ഉണ്ടാവാം, വലിയ വലിയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ സംരംഭങ്ങളൊക്കെ നമുക്ക് നയിക്കാം, വ്യവസായ സ്ഥാപനങ്ങൾ നടത്താം, ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നടത്താം, വലിയ ആശുപത്രികൾ നടത്താം. ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉന്നതമായ നിലയിൽ ചെയ്യുവാൻ കഴിയും. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വലുതായിരിക്കുന്നത് കർത്താവ് പറയുന്നത് പോലെ ഈ ചെറിയവൻ ഒരുവന് ചെയ്തിരിക്കുന്നതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്വന്തം മക്കളായിട്ട് കണക്കാക്കി അവരെ സ്നേഹിക്കുവാനും കരുതുവാനും, സ്നേഹം വേണ്ടിടത്ത് സ്നേഹം കൊടുക്കുവാനും സ്വന്തം മാതാപിതാക്കളെക്കാൾ അധികമായി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ദൈവത്തിന് മാത്രമാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് കഴിയുന്ന ഒരു കാര്യം ഒരു വ്യക്തിയുടെ മാതാപിതാക്കൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ചെയ്യണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമാണ് കരുതൽ ചെയ്യുന്നത്. അപ്പോൾ ദൈവം ചെയ്യുന്ന കരുതലിന് ഒരു വലിയ ഉപകരണമായിട്ട് ദൈവം ബഹുമാനപ്പെട്ട തോമസ് സാറിനെ ഉപയോഗിക്കുന്നു എന്നും അതിൽ ആത്മനിർവൃത്തി കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് പറഞ്ഞ് കർത്താവ് തോമസ് സാറിന് നൽകുന്നതായ ആ വാഗ്ദാനമാണ് ഇന്നും കൂടുതൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് സംരക്ഷണത്തിന് കൊണ്ടുവരുവാനും അവർക്കെല്ലാം അത്താണിയായി അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുവാനും സാധിക്കും. ഇന്ന് വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു യാത്രയുടെ ഇടയിലാണ് ഞാൻ ഇവിടെ വന്നത് എങ്കിലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടുന്ന് ഉടനെ തിരിച്ചു പോകുവാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല. ഇവിടെ തന്നെ ഇരിക്കണം, കുറച്ചു നേരം കൂടി ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ചില പരിപാടികളിൽ സംബന്ധിക്കേണ്ടതുള്ളവർ പോകാൻ ഞാൻ നിർബന്ധിതനുമാണ്. കാരണം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു നിമിഷം പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിൽ ഇരിക്കുന്നത് നല്ലത്. പണ്ട് മരണവുമലയിൽ യേശുക്രിസ്തുവിനോട് പത്രോശ്ലീഹ പറഞ്ഞതുപോലെയാണ്, നാം എവിടെ ഇരിക്കുന്നത് നല്ലത്, നമുക്ക് 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ചെയ്യാമെന്നാണ്. അതുപോലെ ഉള്ള ദൈവം ഇറങ്ങി വസിക്കുന്ന, ദൈവത്തിന്റെ ശോഭയും പ്രകാശവും പരത്തുന്ന ഒരു വലിയ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് ഈ സ്ഥാപനം ദൈവത്തിന്റെ ഭവനമാണ്, ദൈവത്തിന്റെ ശബ്ദമാണിത്, ദൈവത്തിന്റെ ആലക്ഷകളാണ് ഇവിടെ കേൾക്കുന്നത്, ദൈവത്തിന്റെ പരിപാലനമാണ്, ദൈവത്തിന്റെ കൈകളാണ് ഇതിൽ കൂടെ ചലിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇത് നിശ്ചയമായിട്ടും സഭയ്ക്കും സമൂഹത്തിനും ലോകം മനുഷ്യർക്ക് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാവർക്കും പ്രചോദനമാകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിൽ ബഹുമാനപ്പെട്ട തോമസ് സാറിനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരെയും
പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇവിടെ ഉള്ള ഇമേജിന് ദൈവത്തിന്റെ കരുണയും കരുതലും കൂടുതൽ ഉണ്ടാവട്ടെ. അവർക്ക് കൂടുതൽ ദൈവാനുഗ്രഹവും ദൈവബോധവും വളർച്ചയിൽ നിരാശ കൂടാതെ പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ളതായ അവസരങ്ങൾ കൂടുതലായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കും.